മാരാമൺ കൺവെൻഷനിലെ യുവവേദി പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒഴിവാക്കിയ സംഭവത്തിൽ മാർത്തോമാ സഭയ്ക്കെതിരെ PJ കുര്യൻ. മാർത്തോമാ സഭ സ്വീകരിച്ച നടപടിയോട് യോജിപ്പില്ല. മെത്രാപ്പോലീത്തയുടെ അംഗീകാരത്തിന് വേണ്ടി നൽകിയ ലിസ്റ്റിൽ ആദ്യം തന്നെ VD സതീശന്റെ പേരുണ്ടായിരുന്നു. VD സതീശന്റെ പേരൊഴിവാക്കിയത് മെത്രാപ്പൊലീത്തയാണെന്നും PJ കുര്യൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, വിവരങ്ങൾ. മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട യുവവേദിയുടെ പരിപാടിയിൽ VD സതീശനെ അവസാന ഘട്ടത്തിൽ ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ PJ കുര്യൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും അതുപോലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനുമായിട്ടുള്ള PJ കുര്യൻ ഫേസ്ബുക്കിലൂടെ ഒരു പരസ്യ പ്രതികരണം മാർത്തോമാ സഭയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത്. VD സതീശന്റെ ഡേറ്റും സമയവും ഉൾപ്പെടെ വിളിച്ചു ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തെ മാറ്റിയ സഭയുടെ നടപടി ശരിയല്ല. VD സതീശനെ അവസാന ഘട്ടം ആ ലിസ്റ്റിൽ നിന്നും പിൻവലിച്ചത് മെത്രാപ്പൊലീത്തയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപ്പോൾ PJ കുര്യൻ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ അവസാനഘട്ട ലിസ്റ്റ് നൽകിയതിൽ ആദ്യം തന്നെ VD സതീശന്റെ പേരുണ്ടായിരുന്നു. ഈ VD സതീശന്റെ ഡേറ്റും സമയവും ഉൾപ്പെടെ വിളിച്ചു തിരക്കിയതായിരുന്നു. എന്നിട്ട് തുടർന്ന് ഇദ്ദേഹത്തെ ആ പരിപാടിയിൽ നിന്നും മാറ്റിയ നടപടിയോട് യോജിപ്പില്ല എന്നാണ് PJ കുര്യൻ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഡേറ്റ് ഉൾപ്പെടെ വിളിച്ച് ചോദിച്ചിരുന്നു, ഡേറ്റും സമയവും ഉൾപ്പെടെ വിളിച്ച് ചോദിച്ചിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. നിലവിൽ PJ കുര്യൻ ഈ ചില മാധ്യമങ്ങളിൽ PJ കുര്യനാണ് ഈ VD സതീശനെ ആ മാർത്തോമാ സഭയുടെ മാരാമൺ കൺവെൻഷന്റെ യുവവേദി പരിപാടിയിൽ നിന്നും പിൻവലിപ്പിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു. അത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം VD സതീശനെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണ താല്പര്യമുണ്ട്. എന്നാൽ ആ ലിസ്റ്റ് നൽകിയതിൽ ഉൾപ്പെടെ VD സതീശന്റെ പേരാണ് ആദ്യ ആളുകളിൽ തന്നെ VD സതീശന്റെ പേരുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ അവസാനഘട്ട തീരുമാനമെടുക്കേണ്ടത് മെത്രാപ്പൊലീത്തയാണ് അവസാനം ഈ മാരാമൺ കൺവെൻഷന്റെ യുവവേദി പരിപാടിയിൽ പ്രസംഗിക്കേണ്ടവരെ തീരുമാനിക്കുന്നത്. അത്തരത്തിൽ തീരുമാനമെടുക്കാൻ അധികാര പരിധിയുള്ളത് മെത്രാപ്പൊലീത്തയ്ക്കാണ്. ആ അവസാനഘട്ട തെരഞ്ഞെടുപ്പിലായിരുന്നു VD സതീശന്റെ പേര് ഒഴിവാക്കിയിരുന്നത്. 5 പേരുടെ പട്ടികയാണ് ഏറ്റവും ഒടുവിലായി മെത്രാപ്പൊലീത്തയ്ക്ക് നൽകിയിരുന്നത്. അതിൽ നിന്നും 3 പേരെയാണ് തെരഞ്ഞെടുക്കുന്നത്. ആ 3 പേരിൽ VD സതീശൻ ഇല്ലായിരുന്നു. നമുക്കറിയാം, വിവിധ സമുദായ സംഘടനകളുടെ ഉൾപ്പെടെ പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു അവസാന നിമിഷം VD സതീശനെ ആ പരിപാടിയിൽ നിന്നും പിൻവലിപ്പിച്ചത്, അല്ലെങ്കിൽ പരിപാടിയിൽ നിന്നും പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത്. ഇതെല്ലാം തന്നെ VD സതീശനെ അനുകൂലിക്കുന്ന ആളുകളും അതുപോലെ തന്നെ എതിർക്കുന്ന ആളുകളും തന്നെ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ചിരുന്നു. ആ പ്രചാരണം വലിയ രീതിയിൽ ശക്തമായതോടുകൂടിയാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്നാണ് ആദ്യഘട്ടത്തിൽ ഈ സഭയുടെ പ്രതിനിധികൾ പറഞ്ഞത്. എന്നാൽ പിന്നീട് സഭയുടെ പ്രതിനിധികൾ വാർത്താ സമ്മേളനം അടക്കം വിളിച്ച് പറഞ്ഞത് സഭയ്ക്ക് അതിനെപ്പറ്റി അറിവില്ലായിരുന്നു. ആ സഭ ഔദ്യോഗികമായി VD സതീശനെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് വാർത്താസമ്മേളനം നടത്തി അവർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ VD സതീശന്റെ ഓഫീസിൽ നിന്നും ക്ഷണമുണ്ടായി എന്നൊരു പ്രതികരണം വന്നിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണത്തിനെ പറ്റിയെല്ലാം VD സതീശനോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിനോടോ ചോദിക്കണമെന്ന നിലപാടായിരുന്നു അന്ന് യുവവേദി പരിപാടിയുടെ പ്രതിനിധികൾ, സംഘാടകർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ PJ കുര്യൻ ഈ വിഷയത്തിൽ മാർത്തോമാ സഭയ്ക്കെതിരെ വിമർശനവുമായി അല്ലെങ്കിൽ മാർത്തോമാ സഭയെ ശ്രീരാജ് ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.